ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾക്ക് പോകുന്ന ജംഡേഷൻ അതുപോലെ തന്നെ ഇതിൽ സോ ഇന്ന് ഞാൻ സ്റ്റീരിയോ ഹാർനെസ് ബാക്കി ഇതാക്കാൻ പോകണം. ഞാൻ ലാസ്റ്റ് കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ ഒന്നും അതിൽ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഞാൻ ലാസ്റ്റാണ് ഞാൻ ചെയ്തത്, പിന്നെ ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി ഗൈസ്, ഞാൻ ഇതിൽ എപ്പോൾ കീബോർഡ് ഓൺ ആക്കണോ അപ്പോൾ എൻ്റെ സ്ക്രീന് ബ്ലാക്ക് ആണ്. ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് നോക്കി നോക്കിയപ്പോൾ ഞാൻ അറിഞ്ഞതാണ് അത് സെക്യൂർ കീബോർഡാണ്. സോ ഞാൻ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡർ മാറ്റുമ്പോൾ ഇതാക്കാം. ഞാൻ എൻ്റെ ഫോണിൻ്റെ ഉള്ളിലുള്ള സ്ക്രീൻ റെക്കോർഡറാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല, നല്ല സ്ക്രീൻ റെക്കോർഡറാണ്. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ, ഞാൻ ഇന്ന് ടൈം മെഷീൻ ബീറ്റ് ചെയ്തു. അടുത്ത സൈക്കിൾസാണ്. ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് പണ്ട് ബീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഭയങ്കര ഈസി. ഞാൻ പ്രാക്ടീസ് റൺ ചെയ്തത് റൺ ചെയ്തപ്പോൾ ഞാനത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ, ഒരു കോയിനും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് സ്റ്റീരിയോ ഹാർഡ്നെസ്സിലോട്ട് പോവാം. ഓക്കെ, ഇനി നമുക്ക് ഇതാക്കാനുള്ളത് ഷിപ്പാണ്. ഈ ഭാഗത്ത് അങ്ങനെ ബഫൊന്നുമില്ല. ഓക്കെ, നമുക്ക് ബഫ് ചെയ്യണമെന്നുണ്ട്. നമുക്ക് ചെറിയൊരു ബഫായിട്ട് മിഷിഗൺ പാർട്ട് അവിടെ വെച്ചാലോ. നമ്മുടെ ബ്ലഡ് ബാത്തിലുള്ളൊരു ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ലെവലാണ് ഇതിൻ്റെ, നല്ല ടഫ് ലെവലാണ്. ഒരു എക്സ്ട്രീം ഡീമനാണ്. അതിലിങ്ങനെ ഉണ്ട്, അതിലിങ്ങനെ ട്രിപ്പിൾ സ്പൈക്കാണ്. പക്ഷെ ഞാനത് ട്രിപ്പിൾ സ്പൈക്കിൻ്റെ അത്രയില്ല. ജോമെട്രി ഡാഷ് കളിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് മിച്ചിഗൺ സ്പോട്ട് അറിയാം. അതാണ് ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട്. ഇത് വർക്കാവൂലല്ലോ, ചാടാൻ പറ്റൂലല്ലോ നമുക്കിവിടെ. സോ നമുക്കിവിടെ ഒന്നും ചെയ്യാനൊന്നും പറ്റൂല. ഓക്കെ, നമുക്ക് ഇതാക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ എം ടി ആണ്. സോ നമുക്ക് ഈ സ്ട്രക്ചേഴ്സ് നമുക്ക് ഇവിടെ കൊണ്ടുവെക്കാം. ഇത് ഈ ലെവലിൻ്റെ തന്നെ ബ്ലോക്ക് ഡിസൈനിലുള്ള ഇതാണ് ഞാൻ ചെയ്യണത്. സോ അത് കാണാൻ നല്ല രസമുണ്ടാവും. ഓക്കെ, നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കും. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് ചെയ്യുന്നത്. ഈ സ്ട്രക്ചർ എൻ്റെ മനസ്സിൽ വരും കാരണം ഞാനിങ്ങനെ ഒരു സ്ട്രക്ചർ വേറെ ഇവിടെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് നല്ല വർക്കാവും. ഓക്കെ, ഇത് ഞാനിങ്ങനെ വേറെ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യണം. വലിയ മാറ്റമൊന്നുമില്ല. നമുക്കിതിന് അടിയിലും പോവാം, മേലക്കും പോവാം. ഓക്കെ, സെറ്റ്. നമുക്ക് അടുത്ത നമ്മൾ ചെയ്യണത് ഇവിടെ ഇങ്ങനൊരു ഇതൊക്കെയാണ്. സോറി ബ്ലോക്ക് ഓക്കെ, ഇത്
ഇത് തുറക്കാം. നമുക്ക് വെയിറ്റ് തുറക്കാം. നമുക്ക് ഇവിടെ കുറച്ച് സ്പൈക്സ് ഉണ്ടാക്കാം. സോ നമ്മളിപ്പോൾ ഈ സ്റ്റാർട്ട് പൊസിഷൻ മാറ്റണം. ഓക്കെ, നമുക്ക് ഇവിടെ വെക്കാം. ഈ ക്വാഡ്രിപ്പിൾ അല്ല, എനിക്ക് ക്വാഡ്രിപ്പിൾ സ്പൈക്ക് തീരെ പറ്റില്ല. ക്വാഡ്രിപ്പിൾ സ്പൈക്കിൻ്റെ ഇപ്പുറത്ത് തന്നെ. ഓക്കെ, പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അയക്കാൻ മാറ്റിയാണ്. ഞാൻ പോസിബിളാണ്. സോ ഇത് നല്ല ഓക്കെ, ഇത് ഞാൻ ഓഫ് ചെയ്യേണ്ട ഒരു കാരണം നല്ല ടഫാണ്. കാരണം ക്വാഡ്രിപ്പിൾ സ്പൈക്ക് എക്സ്ട്രീം ടീമിലാണ് ഉണ്ടാവുക. ഇങ്ങനെ ഈ ലാർജ് സ്പൈക്ക് ക്വാഡ്രിപ്പിൾ സ്പൈക്കുള്ള കുറച്ച് ചീപ്പാണ്. പക്ഷെ അത് വെച്ചാൽ നമുക്ക് പോകാൻ പറ്റുന്നു. അടിയിലെന്തായാലും നോക്കണം. കാരണം നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ പോകണം. അതൊന്നും ഓക്കെ, ഒരു ഈസി ഡീമൻ ഞാൻ ഉദ്ദേശിച്ചത് ഒരു RDM അല്ല, മീഡിയം ഡീമനാവൂ. പക്ഷേ ഈ മീഡിയം ഡീമനാണെന്ന് ഉണ്ടാക്കാൻ നല്ല പണിയാണ്. ഈ മീഡിയം ഡീമനിലൊക്കെ ഉണ്ടാവുക ഭയങ്കര ഡെക്കറേറ്റഡ് സംഭവം. എടുക്കാൻ വരും മീഡിയം ഡീമൻ നല്ല ഡെക്കറേറ്റഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെക്കറേറ്റഡ് ലെവൽസൊക്കെ എക്സ്പ്ലോറേഴ്സും പിന്നെ ഈ ഭാഗം ഭയങ്കര എംപ്റ്റി ആണ്. സോ നമുക്ക് ഈ സ്ട്രക്ചർ കോപ്പി പേസ്റ്റ് ചെയ്യാൻ മുടക്കാം, കോപ്പി പേസ്റ്റ് ചെയ്യാൻ മുടക്കാം, കോപ്പി പേസ്റ്റ് ചെയ്യാൻ മുടക്കാം. പിന്നെ നമുക്ക് അതേപോലെ ഈ സ്ട്രക്ചർ ഇത് ഞാൻ സ്റ്റീരിയോ എക്സ്ട്രീംനെസ്സിൽ നിന്ന് റെഫറൻസ് എടുക്കുകയാണ്. ഈ ഭാഗം കുറച്ച് ഇങ്ങോട്ട് ഒന്ന് പൊന്തിക്കുക, ഇതും അതുപോലെ ഒന്ന് പൊന്തിക്കുക. സോറി ഗൈസ്, തുമ്മി ആണ്. ഓക്കെ, നമ്മളിനി ഇത് അതിൻ്റെ ഒരു ലേ ഔട്ടിലുള്ള പോലത്തെ ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. ഓക്കെ, നമുക്കിനി ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഒന്ന് തിരിച്ച് വെച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊരു സാധനമുണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെ സ്റ്റീരിയോ മനസ്സിനെ കോപ്പി ആയിട്ട് അങ്ങനെ ചെയ്യാറൊന്നുമില്ല. ഓക്കെ, സെറ്റായി. നമ്മൾ ഗെയിം ഇങ്ങനെ
വില്ലയാണ് ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോയിൽ ഞാൻ ഒരു പ്രോബ്ലം ഞാൻ കണ്ടു. സംഭവം എന്താ വെച്ചാൽ എൻ്റെ വീഡിയോയിൽ ഞാൻ എപ്പോഴും അമർത്തുമ്പോൾ എൻ്റെ ഗ്രിപ്പ് ഇങ്ങനെ പശ പോലെ അങ്ങനെ ഒട്ടിക്കെടുക്കണ പോലെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു സ്ലൈം ഇങ്ങനെ ചുമരുമ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് എടുക്കണ്ടാവും. എന്നിട്ട് അതിങ്ങനെ പറിക്കണ പോലത്തെ ഒരു സൗണ്ട് ഗൈസ്. അതെന്താണാവോ, നിങ്ങൾക്ക് കേൾക്കാനുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, ഇത് നല്ല സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഓക്കെ. ഇവിടെ ഫുള്ള് മഴയാണ്, അതുകൊണ്ട് കുറേ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാനുണ്ട്. ഓക്കെ, നമ്മൾ ബ്യൂട്ടിഫുൾ സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. സ്റ്റീരിയോ എക്സ്ട്രീം മ്യൂസിൻ്റെ ലേഔട്ട് നോക്കി നോക്കിയാൽ അതിലിങ്ങനെ ഉണ്ടാവും. പക്ഷെ അത് ശരിക്കും നല്ല ടഫ് സ്ട്രേറ്റ് ഫ്ലോ ആണ്. ഓക്കെ, ശരിക്കും 1 ബ്ലോക്ക് ഗ്യാപ്പുള്ള സ്ട്രേറ്റ് ഫ്ലൈ. ശരിക്കും ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നു അങ്ങനെയാണോ വോയിസ്? അത്രയ്ക്ക് ടഫാക്കിയ നമുക്ക് ടഫാക്കിയതാണ് കളിക്കാനായിട്ട് നമുക്കറിയില്ല. നമുക്ക് ചെറിയൊരു ഗ്രാഫ് ചെയ്യാം. ഓക്കെ, സെറ്റ്. ഈ ഭാഗത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, കാരണം ഞാനൊരു ഈസി ഡീമനാണ് ഉണ്ടാക്കണത്, ഇൻസൈൻ ഡീമനില്ല. ഇത് എന്നോടാണ് പറഞ്ഞത്. ഇത് ഞാൻ വെരിഫൈ ചെയ്യുന്നത് സ്ട്രീമൊന്നും ചെയ്യാൻ പറ്റില്ല. സ്ട്രീമൊക്കെ ചെയ്യാൻ 50 സബ്സ്ക്രൈബേഴ്സൊക്കെ വേണം. ഞാനെങ്കിൽ ട്വിച്ചിൽ സ്ട്രീം ചെയ്യാം. നമുക്കാണെങ്കിൽ ട്വിച്ചിൽ തന്നെ ഇതാക്കണം. ചിലപ്പോൾ ഞാൻ സ്ട്രീമിങ്ങിൻ്റെ ഇടയിൽ ഇൻസ്റ്റയിലാവും, പറയാൻ പറ്റില്ല. കാരണം ഹാർഡ് ലെവൽസ് തീരെ പറ്റില്ല കേസ്. കാരണം ബിഗിനറല്ല, പ്രോ അല്ല, ഒരു ആവറേജ് പ്ലെയറാണ്. ആവറേജ് ഒരു ന്യൂബ് എന്ന് പറയാം. ആരെതിയിട്ട് ആവറേജ് പ്ലെയർ ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ആവറേജ് പ്ലെയർ ഉണ്ടാകുന്നത്. ഒരു ക്വാഡ്രബിൾ സ്പൈക്കാണ് ഇപ്പോൾ ചാടാൻ പറ്റുന്നത്. അതാണ് എക്സ്ട്രീംലി നോക്കിയത്. ട്വിച്ചിലാണ് ഫോളോവേഴ്സൊക്കെ ഉണ്ടോ എനിക്കറിയില്ല ഗൈസ്.
തോന്നുന്നത് ഞാൻ ഈ സാധനത്തുമ്പോൾ ഞാനിപ്പോൾ ഗെയിം ഓവറാവും. സോ ഞാനിത് ആരും ചെയ്യാത്തൊരു നെർഫാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ചിലത് ഭയങ്കര വലുതും ചിലത് നല്ല ചെറുതുമായിട്ട് അങ്ങനത്തെ നെർഫ് അങ്ങനെ ആരും ചെയ്യാറില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അറിയില്ല. ഓക്കെ, ആ 3 ഞാൻ ഭയങ്കര ചെറുത് നല്ല രസമുണ്ട് ഗൈസ്. ഒരു പ്രോഗ്രസ് അതോ പക്ഷെ ലാസ്റ്റ് വെച്ചിട്ട് വളരെ മുമ്പാണ് സമ്മതിച്ചത്. ഞാൻ അതേ ഒന്നും ഞാൻ ജസ്റ്റ് ഒന്ന് കൺസിസ്റ്റൻസി ആയാൽ മതി. ഞാൻ പറയില്ല, ഞാൻ കൺസിസ്റ്റൻസ് ആയാൽ മതി. ആണ് വെയിറ്റ് ചെയ്തു അത്രയുള്ളൂ. ഓക്കെ, സെറ്റാണ്. ഇവിടെ എന്താണ് ബഫ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയില്ല. സോ ഞാൻ സ്റ്റീരിയോ എക്സ്ട്രീംനെസ് എന്ന് ഇതാക്കേണ്ടി വരും. ഞാൻ സ്റ്റീരിയോ എക്സ്ട്രീംനെസ് കോപ്പിയല്ല, ഞാൻ എൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഷിപ്പ് ഭാഗം, ആ ഭാഗം ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ചെയ്തതാണ്. പിന്നെ ഗൈസ് ഇതിൻ്റെ പേര് പോലെ ഗൈസ് ഞാൻ അതിൻ്റെ പേര് മാറ്റേണ്ടി വരും. സ്റ്റീരിയോ ഈവിൽനെസ് എന്നാക്കാമെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. കാരണം അങ്ങനെ ലെവലുണ്ടോ നോക്കട്ടെ ഗൈസ്. നിങ്ങളിപ്പോൾ ഇപ്പോൾ ഒന്നും കാണുന്നുണ്ടാവില്ലായിരിക്കും. ഓക്കെ, സ്റ്റീരിയോ അതെ വന്നു. സ്റ്റീരിയോ ഈവിൽനെസ്. നമ്മൾ കുറേ സ്റ്റീരിയോ ഈവിൽനെസ് ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കാം നമ്മളെ സ്റ്റീരിയോ ഈവിൽനെസ്സിൻ്റെ അത്രയൊക്കെ ഉണ്ടോ നോക്കാം. നമ്മളതാവും ഏറ്റവും വലിയ സ്റ്റീരിയോ ഈവിൽനെസ്. ഡബിൾ സ്പൈക്ക് ഇതിൻ്റെ അതേത് സംഭവമാണ്. ഇതിൻ്റെ അത്ര രസമില്ല. ഓക്കെ, ഇതിൻ്റെ ഭാഗത്ത് അങ്ങനെ ഫോളാണ് സ്റ്റീരിയോ എക്സ്ട്രീംനെസ്. ഇതുപോലെ സ്റ്റീരിയോ എക്സ്ട്രീംനെസ്സിൽ പെട്ടെന്ന് അങ്ങനെ വേവ് ആവുന്നുണ്ട്. അങ്ങനെ ഞാൻ എടുക്കില്ല. സ്റ്റീരിയോ ഈവിൽനെസ് ആണ് ഗൈസ്. ഞാൻ ChatGPT ഉപയോഗിച്ചോക്കാം ഗൈസ്. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇതിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യും, അതൊരു അടിപൊളിയല്ലേ. സോ ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റീരിയോ എക്സ്ട്രീംസ്. ഇതാണ് പെട്ടെന്ന് വേവ് ആവണ ഭാഗം. ഓക്കെ ഗൈസ്, അതിനൊന്ന് വിളിച്ചതാണ്. സോ നമ്മൾ പിന്നെ അങ്ങോട്ട് പോകാം ഗൈസ്. ഈ ഭാഗത്തൊക്കെ നല്ല ടഫാണ് ഗൈസ്. ഇത് ശരിക്കും ഒരു എക്സ്ട്രീം ഡീമനാണ്. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ മേലക്കും താഴത്തേക്കും അങ്ങനെ പോകുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇവിടെ കുറച്ച് ട്രോളൊക്കെ ഉണ്ട്. സോ ഓക്കെ, പിന്നെ ഇവിടെ എൻ്റെ ഷിപ്പാണ്, പക്ഷെ ഇവിടെ എൻ്റെ ഓർബ് ഗെയിമിക്സ്. പിന്നെ ഗൈസ് ഇങ്ങോട്ട് വരുമ്പോൾ വലിയൊരു ട്രാൻസിഷനാണ്. ഇങ്ങോട്ട് വരുമ്പോൾ പൊട്ടിയൊക്കെ അങ്ങനെ പോകും. ഓക്കെ, അത് ഭയങ്കര രസമാണ് കാണാൻ. നമ്മളാണെങ്കിൽ ഒരു സ്റ്റാർട്ട് പൊസിഷൻ ഇടാം. ഓടിയിടാൻ കാര്യത്തിൽ അത്ര അല്ല, അതിങ്ങനെ പൊട്ടിയൊക്കെ ഇങ്ങനെ പോകും. പക്ഷെ എൻ്റെ ഐക്കൺ അടിപൊളിയാണ്. ഇതിൻ്റെ ഈ ഭാഗമുണ്ട് ഭയങ്കര ഡെക്കറേഷനൊക്കെയാണ്. നമുക്ക് ഇങ്ങനെ ലെവൽ ഉണ്ടാക്കണമെന്നൊക്കെ പറ്റൂല. ഓ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും പറഞ്ഞു. ഓക്കെ, ഞാൻ ചെയ്യാൻ വന്ന കാര്യം ഞാൻ ചെയ്തില്ല. സോ ഓക്കെ, ഈ അടിപൊളി ഭാഗം കഴിഞ്ഞാൽ ഈ സ്ട്രൈറ്റ് ഫ്ലൈ ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ പോവും. അത് അടിപൊളിയാണ്. പിന്നെ ഇവിടെ കുറേ ക്രീപ്പർ
നമുക്ക് അങ്ങനെ ചെയ്താലോ? അങ്ങനെ ചെയ്യണ്ട. പക്ഷെ നമുക്കിങ്ങനെ ഈ ക്രീപ്പറിൻ്റെ പോലെ, ക്രീപ്പറല്ല ഞാൻ ചെയ്യണേ, വേറെ എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ ഞാൻ കോപ്പി അടിക്കില്ല ഗൈസ്, എനിക്ക് വേറെ ഒന്നും കിട്ടാനില്ല. ഓക്കെ ഓക്കെ ജെ സോ ഓക്കെ, ഇത് ജസ്റ്റിൻ്റെ ജെൻ്റെ ഒരു ലേ ഔട്ടാണ്. നമ്മൾ ശരിക്കത്തെ ജെ കാണാൻ പോകുന്നുള്ളൂ. ശരിക്കത്തെ ജെ, ദ ബെസ്റ്റ് ജെ ഇൻ ദ ഹോൾ വേൾഡ് നമ്മൾ കാണാൻ പോകുന്നു ഗൈസ്. ബോയിങ് ബോയിങ് എല്ലാം ഉണ്ടായിക്കോട്ടെ, അതാണ് എൻ്റെ ഒരു ബ്യൂട്ടി. പിന്നെ നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്ത് മേലോട്ടാകാം. യെസ് സർ. ഞാൻ റിസൾട്ട് കാണാൻ നമുക്ക് വേണമെങ്കിൽ ഇത് ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കാം. അല്ല, എനിക്കൊരു ഐഡിയ ഉണ്ട്, നല്ലൊരു ഐഡിയ ഉണ്ട്. ഇതിന് പകരം നമുക്കിവിടെ ഹിറ്റ് ബോക്സ് ഇല്ലാത്ത സ്ലാബ്, ഇതിന് ഹിറ്റ് ബോക്സ് ഉണ്ട്. നമുക്ക് ആ പാസബിൾ ഇട്ടാൽ പോരെ? ഇത് സെറ്റ്. ഈ പാസബിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഡിറ്റ് ഒബ്ജക്റ്റിൽ എക്സ്ട്രയിൽ പോയിട്ട് പാസബിൾ ഇട്ടാൽ മതി. സോ അതിൻ്റെ ഹിറ്റ് ബോക്സൊക്കെ വർക്കാവില്ല. ഓക്കെ, നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ സ്വന്തമായിട്ടൊരു പുതിയൊരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആരും ഇതുവരെ അങ്ങനെ ചെയ്യാത്തൊരു ക്രിയേഷൻ. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൈസ് ഓക്കെ, നമ്മൾ ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഞാനൊരു സ്റ്റാർട്ട് പൊസിഷൻ വെച്ചിട്ട് പറയാം. ഞാനിവിടെ സാധാരണ ഷിപ്പല്ലേ, നമുക്കതവിടെ വേവ് ആക്കാം. അപ്പോൾ നമുക്ക് അവിടെ കുറച്ചും കൂടി ഫാനുകളുണ്ടാവും. അവർക്ക് ഈ ക്യൂബൊക്കെ പറ്റില്ല. ഷിപ്പ് ഒരിൻ്റെ നമുക്ക് ആദ്യം ഷിപ്പ് വെച്ചിട്ട് ഇത് പോസിബിൾ അല്ല ഗൈസ്, പോസിബിൾ നഹി ഹേ. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്തോ ഉണ്ടായതാണ്. സോ നോക്കാം. നോ ക്ലിപ്പ് പോലെ ഉണ്ട്, പക്ഷെ നോ ക്ലിപ്പ് അല്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഇനി ജസ്റ്റ് ഭയങ്കര കട്ടിയല്ലോ. ഓക്കെ, സെറ്റായിട്ടുണ്ട്. നമുക്കൊരു പുതിയൊരു സ്ട്രക്ചർ ഞാനിവിടെ ഇൻവെൻഷൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, ഇത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇനി അത് നമുക്കൊന്ന് ഇങ്ങനെ ആക്കാം. ഓക്കെ, നമുക്ക് ഈ സാധനം കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മൾ ഇതോടെ വെക്കണം. അടുത്തത് നമ്മൾ ചാർജ് കുറവാണ്, എന്നാലും ഞാൻ വീഡിയോ ഇടും. ഓക്കെ ഗൈസ്, നമുക്ക് ഈ 4 സ്പൈക്ക് എടുത്ത് ഇങ്ങോട്ട് വെക്കാം.
ഈ സ്പൈക്കിന് ഇവിടെ വലിയൊരു സ്ഥാനമില്ലെങ്കിലും കൊള്ളാം. ഓക്കെ, ഇത് എൻ്റെ ഇൻവെൻഷനാണ്, ഞാനത് വേറെ അവിടെ നിന്ന് കോപ്പി അടിച്ചതല്ല. അപ്പോൾ നിങ്ങളത് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഈ ബ്ലോക്ക് അല്ല ഇവിടെ ഉപയോഗിക്കേണ്ട, വേറെ ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്ക് ചെറിയൊരു സ്ട്രക്ചറൊക്കെ നമുക്ക് ഏത് ഹൈറ്റിലും ഇതാക്കിയാലും നമുക്ക് ഏത് ഹൈറ്റിലും നമുക്കിത് സെറ്റാക്കാൻ പറ്റും. ഓക്കെ, നമുക്കിനി ഇവിടെ ചെറിയൊരു വേവ് ഈ സ്റ്റീരിയോ മാനസിൽ ശരിക്കും പറഞ്ഞാൽ വേവ് ഇല്ല, കാരണം വേവ് സ്റ്റീരിയോ മാനസിൻ്റെ അപ്ഡേറ്റിലില്ല. മറ്റേ ബ്ലാസ്റ്റ് പ്രോസസ്സിങ്ങിൻ്റെ അപ്ഡേറ്റിലാണ് സ്റ്റീരിയോ അല്ല ബ്ലാസ്റ്റ് പ്രോസസ്സിങ്ങിൻ്റെ അപ്ഡേറ്റിലാണ് ഇത്. അത് രണ്ട് ഭാഷ കളിക്കാരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഈ സ്ട്രക്ചർ നമുക്കിങ്ങനെ ചറ അങ്ങനെ വെക്കാം. കോപ്പി ചെയ്ത് വെക്കാം. നമുക്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാമല്ലോ. ഓക്കെ, ഇവിടെ നമുക്ക് വേറൊരു ഐഡിയ ഉണ്ട്. സോ നമുക്ക് ആ ഐഡിയനനുസരിച്ച് നമുക്ക് സെറ്റാക്കാം. പേസ്റ്റ് ചെയ്യുക, നമുക്ക് ഇങ്ങോട്ട് വെക്കാം. സോ അതതിൻ്റെ ഒരു ഇതിലങ്ങനെ വന്നോളും. സാധനം ഭയങ്കര ഈസി ആയോ എനിക്കൊരു ഡൗട്ടുണ്ട് ഗൈസ്. സോ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ ചെയ്തതാണ് ഈ ഭാഗം ഹാർഡാക്കാം. ഇത് ഭയങ്കര ഈസി ആയിപ്പോയി ഗൈസ്. എനിക്ക് അത്രയ്ക്ക് ഈസി ആക്കണ്ട, എക്സ്ട്രീം ആക്കും വേണ്ട, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ നോ ക്വസ്റ്റ്യൻ. സെറ്റ്. നമുക്കിനി ഇതിങ്ങോട്ട് കൊണ്ടിരിക്കാം, നമുക്കിതിങ്ങോട്ട് കൊണ്ടിരിക്കാം. സോ നമുക്ക് ഇവിടെ ഒരു കൺസിസ്റ്റൻ്റ് ഗെയിം പ്ലേ നമുക്കിവിടെ ഇപ്പോൾ അൺലോക്ക് ആയിരിക്കുകയാണ്. നമുക്കിനി ഇത് സെറ്റാക്കാം. കോപ്പി പേസ്റ്റ് ചെയ്യുക.
ഡിലീറ്റ് ചെയ്യ്. ഓ ഗൈസ്, ഞാൻ സ്പൈക്ക് ഇങ്ങനെ നിരത്തി വെക്കുകയാണ്. പിന്നെ ഈ ഒരു ലെവലിൽ നോക്കാം. അതെ, അത് കറക്റ്റ് മിഡിലാണ് ഇത് നിൽക്കണത്. എനിക്കിത് കാണേണ്ടത് മിഡിലാണ്. ഒരു അതെ അത്രയ്ക്ക് മിഡിലല്ല. വെയിറ്റ് ഇത് മിഡിലാക്കാൻ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്താൽ മതി. അത് ചെയ്തത് കറക്റ്റ് മിഡിലാവും. ഇപ്പോൾ കറക്റ്റ് മിഡിലാണിത് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ ഇടയിൽ കുറച്ച് ബ്ലോക്ക് വെക്കാം. എനിക്ക് 1.0ൻ്റെ ഈ ബ്ലോക്ക്സ് ഭയങ്കര, ഇതിപ്പോൾ പണ്ട് തീരെ ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങിയപ്പോൾ, ഇങ്ങനൊരു സീരീസ് തുടങ്ങിയപ്പോൾ, സീരീസ് എന്ന് പറയാൻ പറ്റില്ല, ഈ ഇതിൻ്റെ സൂപ്പർ ബഫിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഈ ബ്ലോക്ക് ഡിസൈനോട് ഭയങ്കര ഇഷ്ടം തോന്നി. അത് എന്താണെന്നറിയില്ല ഗൈസ്, ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം വന്നു ഈ ബ്ലോക്ക് ഡിസൈനോട്. സോ നമുക്ക് സെറ്റാക്കാം. ഇവിടെ ഇത് ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. നമുക്കത് ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെ ഇടാം. ഓക്കെ, സെറ്റ്. സോ നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകും. ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ പോകും. നമുക്ക് അതിൻ്റെ ഇടയിൽ കുറച്ച് ഒബ്സ്റ്റിക്കിൾസൊക്കെ വെക്കണമെന്നുണ്ട്. സോ ഒരു എന്താ വെക്കാന്ന് അറിയില്ല ഗൈസ്. വെയിറ്റ്, എനിക്ക് ഈ ബ്ലാസ്റ്റ് പ്രോസസ്സിങ് സോ ബ്ലേഡ് വെക്കാം. ഇതിപ്പോൾ ഉപയോഗിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, സെറ്റ്. ഈ ലെവലിൻ്റെ ഡിസൈനോട് വലിയ പ്രോസസ്സിങ് ഈ ഭാഗമൊക്കെ ഭയങ്കര ഈസിയാണ്. അല്ലെങ്കിൽ ഇത് വേണ്ട ഗൈസ്, ഏതാണ്ടായിക്കോട്ടെ ഗൈസ്. പക്ഷെ ഇതില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. പക്ഷെ നമുക്കിത് ഞെഫ് വേണം. ഓക്കെ, ഈ ഭാഗം നല്ല ടഫാണ് ഗൈസ്. നമ്മളോട് സ്പാം ചെയ്യേണ്ടി വരും. ഞാനത് ബഫ് ചെയ്യാൻ തീരുമാനിച്ചു ഗൈസ്. കാരണം എന്താ പറയുക ഗൈസ്, ഇത് നമ്മൾ തോന്നെ ബഫ് ചെയ്യണമെന്നുണ്ട്. സോ വെൽക്കം. ഓക്കെ, അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഞാൻ ഇവിടെ നേരത്തെയും വെച്ചിക്കണ്, പക്ഷെ അതിൻ്റെ ആവശ്യമൊക്കെ ഇല്ല. നമുക്ക് പുതിയത് വെക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് നൈസായിട്ട് ഇത് കണ്ടു വെക്കാം. ഈ ഭാഗത്ത് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യും. സോ അപ്പോൾ
ഈ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ തന്നെ 36 മിനിറ്റായി. സോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റ ടാറ്റ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയില്ല. കാരണം അത് കാണാൻ നല്ല സ്ഥലം.